നാം ഇന്ന് ജീവിക്കുന്നത് ലോകത്തിലെ വലിപ്പത്തിൽ വെച്ച് ഏഴാമത്തെ രാജ്യമായ ഇന്ത്യയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോ മനുഷ്യർക്കും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓരോ അവകാശമുണ്ട്. അപ്പോൾ നാം നമുക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. അത് ചോദിക്കാൻ മറ്റാർക്കും അതിന് അനുവാദമില്ല. പക്ഷേ ഇന്ന് ഈ കാലത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ മറ്റുള്ള മതസ്ഥർ അവരെ പുച്ഛിക്കുകയും അവരെ വളരെയധികം കേവലമായി കാണുകയും ചെയ്യുന്നു. മുസ്ലിങ്ങൾ ഇന്ന് അവർക്ക് മുമ്പ് കേവലം ഒരു ജീവിയായിട്ടാണ് അവർ കാണുന്നത്. മുസ്ലിങ്ങളെ പല രീതിയിലുള്ള ആക്രമണങ്ങൾക്കും പല രീതിയിലുള്ള അനീതികൾക്കും മുസ്ലിങ്ങൾ അവർ ഉപയോഗിക്കുന്നു. മുസ്ലിങ്ങൾ അവർ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുന്ന ചില അവസ്ഥകൾ ഇന്ന് വന്നു പോയിട്ടുണ്ട്. അതായത് കേവലം താടി ഒന്ന് നീട്ടി വളർത്തിയ പിന്നെ ആ മുസ്ലിം എന്ന ആ മനുഷ്യൻ പിന്നെ തീവ്രവാദിയായി മാറും. പിന്നെ അവൻ രാജ്യദ്രോഹിയാവും. പിന്നെ അവന് ജയിലിലേക്കാണ്. പിന്നെ അങ്ങനെ വളരെയധികം അനീതിയായ കുറെ കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ മേലിലേക്ക് ഇന്നത്തെ സർക്കാർ ചുമത്തുകയാണ്. ഇന്ന് മുസ്ലിങ്ങൾ എന്നത് ഈ രാജ്യത്ത് നിന്ന് നീക്കി വയ്ക്കപ്പെട്ട കേവലം ഒരു സമൂഹമായിട്ടാണ് ഇന്ന് പലരും കാണപ്പെടുന്നത്. മുസ്ലിങ്ങളെ ഇന്ന് ഈ ഇന്ത്യക്ക് തന്നെ വേണ്ട എന്ന രീതിയിൽ പലരും ഇന്ന് മുസ്ലിങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അവർക്കുള്ളപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറയാം. മുസ്ലിങ്ങളെ അരക്ഷിതരാണ്. ടീം 2 എതിർവാദങ്ങൾക്ക് സംശയമുള്ള സമയം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ്. അതിനുള്ളൊരു തെളിവാണ് ഹാദിയ എന്ന ഒരു പെൺകുട്ടി മുസ്ലിമായിട്ട് വളരെ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നു. അതിനു വേണ്ടിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെയാണ് ഹാദിയ എന്ന സ്ത്രീക്ക് കാവൽ നൽകുന്നത്. അതിനെപ്പറ്റി ഇപ്പോൾ അവിടെ സുരക്ഷിതമാണ്. ഹാദിയ എന്ന സഹോദരി സുരക്ഷിതയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം ആ സഹോദരിയെ വീട്ടുതടങ്കൽ മർദ്ദനങ്ങൾക്ക് ഇരയാക്കി മുസ്ലിം എന്ന മതം മാറിയതിന് പേരിൽ ഹിന്ദു മതത്തിലേക്ക് തിരിച്ച് അഖില എന്ന പേര് സ്വീകരിച്ച് തിരിച്ചു വരണമെന്ന് ആ സഹോദരിയുടെ പിതാവും മാതാവും പ്രേരിപ്പിക്കുകയും ശേഷം സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ആ സഹോദരിയെ ഇതിൽ നിന്ന് രക്ഷിച്ച്. കാരണം സുപ്രീം കോടതിക്ക് ഒരു മുസ്ലിമിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു എന്നതവിടെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വം അല്ല എന്നതിന്റെ ഒരു തെളിവല്ലേ? സുപ്രീം കോടതി ഇടപെട്ടെങ്കിലും ധാരാളം പോലീസുകളുടെ സ്ഥാനത്ത് ഇപ്പോൾ ആ ഹാദിയ എന്ന സ്ത്രീ സുരക്ഷിതയാണല്ലോ. ആ സഹോദരി എപ്പോ വേണമെങ്കിലും എതിർപക്ഷത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു തിരിച്ചടി ലഭിക്കാമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയുള്ള തിരിച്ചടി? ഏത് തരത്തിലുള്ള തിരിച്ചടിയാണെങ്കിലും ലഭിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഹാദിയ എന്ന പെൺകുട്ടിയുടെ സുരക്ഷിതാർത്ഥം പോലീസിലാണ് കൈമാറിയിരിക്കുന്നത്. അതോടെ സുപ്രീം കോടതി തന്റെ വാപ്പയിൽ നിന്നുള്ള മർദ്ദനവും നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു നിരോധനവും പറ്റുകയില്ല. ആ പോലീസ് ആ ഹാദിയ എന്ന സഹോദരിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു. ചിലപ്പം അവർക്ക് അശ്രദ്ധ മൂലം അവർക്ക് ആ സംരക്ഷണത്തിൽ വല്ലതും പിഴവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷണം പാഴാകുകയും. ഇന്ത്യ പോലീസ് വെറുതെ
വായി നോക്കി നിൽക്കാനുള്ളതല്ല. അങ്ങനെ ഒരു അശ്രദ്ധ ആവത്തുമില്ല. ഇന്ത്യൻ പോലീസ് അശ്രദ്ധമാകുകയില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ആദ്യം ഈ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ഒരു പരാതി കൊടുത്തിട്ടാണ് ഇങ്ങനെ ആക്കി മാറ്റിയത്. ആദ്യത്തെ കാര്യം വിട്, പിന്നെ സുരക്ഷിതമായോ? സുരക്ഷിതം കിട്ടിയോ? എന്റെ ഉപ്പയിൽ നിന്ന് മർദ്ദനം വരെ കോടതി നിരോധിച്ചതാണ്. അപ്പോൾ ആ കുട്ടി തീർച്ചയായും സുരക്ഷിതമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു സുരക്ഷിതമുള്ളത് കൊണ്ടല്ല സുപ്രീം കോടതി ആ ആര്യ എന്നുള്ള പെൺകുട്ടിക്ക് ആ മുസ്ലിം ആയതിന്റെ പേരിലും ആ മുസ്ലിം ആയ പെണ്ണിനെ സംരക്ഷിക്കുന്നത്. മുസ്ലിം ആയല്ലോ, എന്നിട്ട് മുസ്ലിം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല. സുപ്രീം കോടതി തന്റെ സുരക്ഷതയ്ക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ മറ്റു രീതിയിലും തയ്യാറാക്കിയില്ല ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വ്യക്തിക്ക് അവൻ്റെതായ തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. പക്ഷെ അതിൽ വേറെ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും സുപ്രീം കോടതി ഇടപെട്ടു. അപ്പോൾ അതും ഒരു മുസ്ലിങ്ങൾക്ക് ഒരു നാണക്കേടും മുസ്ലിങ്ങളെ ഒരു അവർക്കൊരു സുരക്ഷിതത്വം അല്ലാത്ത രീതിയിലുമല്ലേ അപ്പോൾ നാം കണക്കാക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു സുരക്ഷിതമില്ലായിരുന്നുവെങ്കിൽ സുപ്രീം കോടതി അതിൽ ഇടപെടുകയില്ലായിരുന്നു. മുസ്ലിങ്ങൾക്ക് സുരക്ഷിതം ഇന്ത്യയിൽ ഇല്ലായിരുന്നെങ്കിൽ സുപ്രീം കോടതി അതിൽ ഇടപെടുകയില്ലായിരുന്നു. അവരും മാറി നിന്നേനെ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി വീണ്ടും മർദ്ദനങ്ങൾക്ക് ഇരയാവുക തന്നെ ചെയ്യും. ഇപ്പോൾ ആ സുപ്രീം കോടതി ഇടപെട്ടത് കാരണം എന്നാൽ ആ കുട്ടിക്ക് മർദ്ദനമോ ഒന്നും ഇപ്പോൾ തന്നെ ഏൽക്കുന്നില്ല. വളരെ സുരക്ഷിതമാണ്. ടീം 3 സംശയവും എതിർവാദങ്ങളും. ഇന്ത്യയിൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സുരക്ഷിതമില്ലാത്തത്, മറ്റു പല ജാതിക്കാർക്കും സുരക്ഷിതമില്ല. അപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് തന്നെ സുരക്ഷിതമില്ലെന്ന് ഉറപ്പിച്ചു വരാനുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഇന്ത്യയിൽ തന്നെ ഒരു നിയമമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള മതങ്ങൾ സ്വീകരിക്കാം. എന്നാൽ ഫൈസൽ എന്ന ഒരു വ്യക്തിക്ക് മുസ്ലിമായതിൻ്റെ പേരിൽ കൊല്ലുകയാണ്, നടുറോഡിൽ വെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ പിന്നീട് പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ഇറങ്ങി കേസെടുത്ത് യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ ഒരു മുസ്ലിം കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ഇവർ തട്ടിക്കളയാതെ തന്നെ അവർ ആ കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും അതിനായി ശിക്ഷ വിധിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ മുസ്ലിമിൻ്റെ ഒരു സുരക്ഷിതത്തിൻ്റെ ആ സഹോദരൻ മുസ്ലിം ആയതിന്റെ പേരിൽ ആ സഹോദരനെ കൊലപ്പെടുത്തി. പിന്നെ ആ സഹോദരനെ കൊല്ലപ്പെട്ടതിന് ശേഷം കുറ്റവാളികളെ കണ്ടുപിടിച്ചു എന്ന് താങ്കൾ പറയുന്നു. അതിന് തെളിവായിട്ട് താങ്കൾക്ക് എന്ത് പറയാൻ കഴിയും? ആ സഹോദരൻ മുസ്ലിം ആയതിന്റെ പേരിൽ ആ സഹോദരനെ കൊന്നു. ആ സഹോദരനെ കൊന്നതിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ചേർന്ന് ആ സഹോദരനെ കൊലയാളിയെ വെളിപ്പെടുത്തി എന്ന് പറയുന്നു. അതിന് തെളിവായിട്ട് താങ്കൾക്ക് ഇവിടെ എന്താണ് കൊണ്ടുവരാൻ കഴിയുന്നത്? നമ്മൾ പത്രമാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോലീസ് വളരെയധികം നല്ല ഒരു പരിഗണിച്ചുകൊണ്ടാണ് ആ വിഷയം നല്ല പരിഗണനയോടെ എടുത്തുകൊണ്ടാണ് അതിനെ അന്വേഷിച്ചതും അതിന്റെ കുറ്റവാളിയെ കണ്ടെത്തിയത്. ആ അന്വേഷണത്തിലും പോലീസുകാർക്ക് പിഴവുണ്ടായിട്ടുണ്ടെന്നും പത്രമാധ്യമങ്ങളിലുണ്ടല്ലോ. എന്താണ് പത്രമാധ്യമങ്ങളിൽ തന്നെ അതിലുണ്ടല്ലോ. ആ പോലീസുകാർക്ക് അത് ആ അന്വേഷണത്തിലും ധാരാളം പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് അവരെ ആ അന്വേഷണം പല രീതിയിലും മുടക്കുവാൻ തീരുമാനിക്കുകയും പിന്നെ അവര് പല രീതിയിലുള്ള
മറ്റു കേസുകൾ അതിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തതായിട്ട് ചില റിപ്പോർട്ടുകൾ പത്രത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല വന്നിട്ടുള്ളത്, എല്ലാ കേസുകളിലും പോലീസുമാരുടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വിവാദമായ വിഷയമാണ് ക്രിസ്ത്യാനി ഒരു സഹോദരിയെ ഗർഭാവസ്ഥ കേന്ദ്രത്തിൽ പീഡിപ്പിച്ചത്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഉണ്ടായത്, മറ്റുള്ള മതങ്ങൾക്കും ഇതെങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചർച്ച മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണോ? ഇപ്പൊ മുസ്ലിങ്ങളെ കാര്യം മാത്രമല്ലേ പറയാൻ കഴിയും. അല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ളവരും സുരക്ഷിതരല്ല. എല്ലാവരും ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് സുരക്ഷിത ഉണ്ടെന്നൊരു തെളിവ് ഇപ്പോൾ ഫൈസല് കൊല്ലപ്പെട്ടതാണ്. ഈ ഫൈസല് കൊല്ലപ്പെട്ടതിന് ശേഷം ഫൈസലിന്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ അതിനെതിരെ ഒരു മതക്കാരും ഒരാൾ പോലും എതിർത്ത് സംസാരിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. അതൊരു മുസ്ലിമിന്റെ ഒരു സുരക്ഷിതയ്ക്ക് വേണ്ടിയുള്ള തെളിവല്ലേ? ആ ഫൈസൽ എന്ന സഹോദരൻ മരണപ്പെട്ടു. ആ സഹോദരന്റെ പിതാവ് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു. ആ സഹോദരൻ സാധാരണ എല്ലാ ആരെങ്കിലും എന്തെങ്കിലും അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ അവർക്ക് പാരിതോഷികമായിട്ട് എന്തെങ്കിലും നൽകും. പക്ഷേ ഈ സഹോദരന്റെ പിതാവ് ഇന്നും വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സർക്കാർ അവർ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്ന് പറയണം. തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്തായാലും തിരിഞ്ഞു നോക്കിയതിലെ പോലീസ് സർക്കാർ അയച്ചത് പോലീസിന്റെ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിവിടെ വിഭിന്നമായിട്ട് തന്നിട്ടുള്ള വിഷയങ്ങളുള്ളത് പർദ്ദ സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ് ഒരു വിഷയമാണ്. അപ്പോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഒരു ഡ്രസ്സാണ് പർദ്ദ എന്നുള്ളത്. ഇപ്പോൾ ഈ കോളം തീരത്ത് തന്നെ കാണാം മറ്റു രീതിയിലുള്ള ജനങ്ങൾ നടക്കുന്ന ഏത് രൂപത്തിലാണോ ആ രൂപം കാരണം പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് ഈ കോളം തീരത്ത് തന്നെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതും ആ സ്ത്രീയുടെ ആകർഷണം വിട്ടുപോയതും ആ സ്ത്രീ ഒരു എന്താ പറയാ ഒരു ഒരു ബുദ്ധിയില്ലാതെ പോയതും ബുദ്ധി നഷ്ടപ്പെട്ടു പോയതും അതെല്ലാം നമ്മൾ പത്രമാധ്യമത്തിലൂടെ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ അതേസമയം ഒരു മുസ്ലിം സ്ത്രീയാണെങ്കിൽ പർദ്ദയും ധരിച്ച് അതേപോലെ പർദ്ദയുടെ കൂടെയുള്ള മഫ്ത തുടങ്ങിയവകളെല്ലാം ധരിച്ചു പോവുകയാണെങ്കിൽ ഒരു പുരുഷൻ പോയിട്ട് മറ്റുള്ള ഒരു സ്ത്രീ പോലും ആ പെണ്ണിലേക്ക് നോക്കുകയില്ല. കാരണം ആ പർദ്ദയുടെ പവർ അതാണ്. ആ പർദ്ദ ധരിച്ചത് കൊണ്ട് ശരീരത്തിലെ ഒരു ഭാഗം പോലും പെണ്ണുങ്ങൾക്ക് കാണാൻ സാധിക്കും, പെണ്ണുങ്ങളെ അവർക്ക് പോലും കാണാൻ സാധിക്കില്ല. അപ്പോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ സ്ത്രീകൾക്ക് പർദ്ദ എന്നുള്ളത് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളതാണ്. എതിർത്ത് വരുന്ന ഏത് ശക്തിനെ നമ്മളുടെ നോട്ടത്തിലാകട്ടെ നമ്മളുടെ ചിന്തയിലാകട്ടെ മറ്റു ഏത് രീതിയിലായാലും നമുക്ക് അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് ഒരൊറ്റ മാർഗമാണ് ഈ പർദ്ദ ധരിക്കുന്നത്. അപ്പോ അത് അങ്ങനെ തുടങ്ങിയ വല്ല സാധനങ്ങളാണ്, കുറെ അവസ്ഥകളാണ് ഈ പെണ്ണുങ്ങൾക്ക് ഈ പർദ്ദ കൊണ്ടുള്ള ഉപയോഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംശയങ്ങൾ വരുവാണ്. താങ്കളുടെ വിഷയം അവതരിപ്പിച്ചവർ പറഞ്ഞു ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നുണ്ടോ? ലോകമെമ്പാടുമുള്ള എല്ലാ സ്ത്രീകളും പർദ്ദ ധരിക്കുന്നുണ്ടോ? ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ധരിക്കുന്നില്ലെങ്കിലും ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്നു. താങ്കളോട് പറഞ്ഞത് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നു എന്നാണ്. ഇവിടെ ചർച്ച ചർച്ച മുസ്ലിം സ്ത്രീകൾ അല്ലാതെ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ, പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ കുറിച്ചാണ് ചർച്ച. താങ്കളോട് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്.
ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചെടുക്കാനുള്ള കാര്യം എന്താ ഈ പർദ്ദ ഇടുന്ന ഈ ലോകത്തുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന പർദ്ദയെ കുറിച്ചല്ലേ. അപ്പൊ ഈ ലോകത്തുള്ള എന്ന് പറയുമ്പോ ലോകത്തുള്ള പർദ്ദ ഇടുന്നവരെ കുറിച്ചല്ലേ പറയൂ, അല്ലാതെ ലോകത്തുള്ള കാണുന്നവരെല്ലാവരും അങ്ങനെ പറയുന്നൊന്നുമില്ല. അപ്പൊ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് അവതരിപ്പിക്കും. ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നു പറയുമ്പോൾ അവിടെ വേറെ വ്യത്യാസം ഉണ്ടാവും. ലോകത്തുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് കുറെ പേരാണ്. പക്ഷെ നമ്മള് ഇവിടെ പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സ്ത്രീകൾ മാത്രമാണ്. ക്രിസ്ത്യാനികൾ പർദ്ദ ധരിച്ചുകൊണ്ട് നടക്കത്തൊന്നുമില്ല. ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നു പറയുന്നു. ഇപ്പൊ മുസ്ലിം സ്ത്രീകള് എല്ലാവരും പർദ്ദ ധരിക്കുന്നുണ്ടോ? എല്ലാവരും പർദ്ദ ധരിക്കുന്നൊന്നും പറഞ്ഞില്ല. അല്ല, ഇപ്പൊ കുറച്ചുകൂടി പറഞ്ഞല്ലോ മുസ്ലിം സ്ത്രീകൾ എല്ലാവരും പർദ്ദ ധരിക്കുന്നുണ്ട്. പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾ എല്ലാവരും പർദ്ദ ധരിക്കുന്നെന്നും പറഞ്ഞിരുന്നു. എന്നാലും പറഞ്ഞില്ല. എന്നാ പറഞ്ഞിരുന്നു. പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ പറ്റിയാ പറയുന്നത്. അല്ലല്ല, ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നു എന്നാണ് അപ്പൊ പറഞ്ഞത്. അപ്പൊ ശേഷം മാറ്റി പറഞ്ഞു ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മുസ്ലിം സ്ത്രീകളും പർദ്ദ ധരിക്കുന്നു. പ്രവാസ് പറഞ്ഞത് എന്താണ്? പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ എന്നാണ്. അല്ല അല്ല, ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അല്ല, ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാണ് അവിടെ പറഞ്ഞത്. താങ്കൾ കാര്യം മനസ്സിലായോ? എനിക്ക് കാര്യം മനസ്സിലായി. എന്നിട്ടും വിട്ടു പൊട്ടനാകുന്നു. അല്ല, പൊട്ടനാക്കുന്ന ചോദ്യം ചോദിക്കാൻ ഉത്തരം അതിനോടൊക്കെ പിന്നെ മിണ്ടായിരിക്കണം. സംഭവം മനസ്സിലായോ? സംഭവം മനസ്സിലായി. ചോദിക്കണം. അതാ ചോദ്യം ചോദിച്ചത്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നു എന്ന് പറയുന്നു. ധരിക്കുന്നുണ്ടോ? നമ്മളോട് അങ്ങനെ എല്ലാ മുസ്ലിം സ്ത്രീകളും പർദ്ദ ധരിച്ചാണ് നടക്കുന്നത്. ഈ മുസ്ലിം സ്ത്രീകൾ മാത്രം പർദ്ദ ധരിക്കാറുള്ളൂ. ഞാൻ ചോദിച്ചതെന്താ, ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നോ നിങ്ങളുടെ ചോദ്യം. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം മുസ്ലിം സ്ത്രീകൾ ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതെന്താ, ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളും പർദ്ദ ധരിക്കുന്നുണ്ട് എന്നാണ്. പർദ്ദ ധരിക്കുന്നത് ആരാ? മുസ്ലിം സ്ത്രീകളല്ലേ പർദ്ദ ധരിക്കുന്നത്. മുസ്ലിം സ്ത്രീകള ഈ ഏകദേശം ഈ ഇസ്ലാമുമായിട്ടുള്ള ബന്ധമുള്ള അങ്ങനെയുള്ള സ്ത്രീകൾ എല്ലാവരും പർദ്ദ ധരിക്കും. എല്ലാരും പർദ്ദ ധരിക്കുന്ന ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്ന തെറ്റല്ലേ? തെറ്റാണോ? അല്ലേ? തെറ്റാണ്. തെറ്റാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ആണെങ്കിൽ അയാൾ തന്റെ ഔറത്തിനെ മറന്നു. സ്ത്രീകളുടെ ഔറത്ത് മറക്കാൻ പറ്റിയ പർദ്ദ മാത്രമേ നമ്മുടെ പൊതുവായി ഇപ്പോൾ നമ്മുടെ പർദ്ദ മാത്രമാണ് സ്ത്രീകളുടെ ഔറത്ത് മറക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ അത് തീർച്ചയായും ഔറത്ത് മറച്ചിരിക്കും, അതായത് പർദ്ദ ധരിച്ചിരിക്കും. മുസ്ലിം സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും പർദ്ദ ധരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ കാണുന്ന മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നുണ്ടോ? അവിടെ ഔറത്ത് മറക്കാൻ, അപ്പൊ അവിടെ ഔറത്തൊക്കെ കാണിച്ചു നടക്കുന്നു. അതിന്റെ അർത്ഥം ഈമാനുള്ള ഒരു വ്യക്തി അങ്ങനെ ചെയ്തിരിക്കും. അവിടെ ഔറത്തിനെ വെളിവാക്കുകയില്ല. അവർ പർദ്ദ ധരിച്ച് അതിനെ മറച്ചിരിക്കും. പൊതുവായി മുസ്ലിങ്ങൾക്ക് ഉള്ളത് പർദ്ദയാണ്. അവരുടെ ഔറത്ത് മൊത്തമായി മറക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ വിഷയം പർദ്ദ സ്ത്രീകളുടെ രക്ഷാകവചം എന്നാണ്. മുസ്ലിം സ്ത്രീകൾ എന്ന് മാത്രം പറഞ്ഞിട്ടില്ല, എടുത്തു പറഞ്ഞില്ല. സ്ത്രീകളുടെ രക്ഷാകവചം എന്നാണ് ഇവിടുത്തെ വിഷയം. പക്ഷെ നിങ്ങൾ ഇവിടെ രണ്ട് ടീമും സംസാരിച്ചത് മുസ്ലിം സ്ത്രീകളുടെ രക്ഷാകവചം എന്നാണ് പറഞ്ഞത്. അത് പർദ്ദ ധരിക്കുന്നതായ മുസ്ലിം സ്ത്രീകളാണ്. അപ്പോൾ മുസ്ലിം സ്ത്രീകളെ പറ്റി സംസാരിക്കാൻ പാടുള്ളൂ. പർദ്ദ ധരിക്കുന്നതായ മുസ്ലിം സ്ത്രീകൾ. പർദ്ദ സ്ത്രീകളുടെ സുരക്ഷാ കവചമാണെന്ന് പറഞ്ഞു. പർദ്ദ ധരിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പർദ്ദ ധരിച്ച് നടക്കാറില്ല. പൊതുവായി മുസ്ലിങ്ങളാണ് പർദ്ദ ധരിക്കുക. അപ്പോൾ പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ പറ്റിയാണ് ഇവിടെ വിചാരിച്ചത്. ഒരു അന്യമതക്കാരുള്ള സ്ത്രീ പർദ്ദ ധരിച്ചു എന്ന് വെച്ചാല് സംഭവിക്കും. അന്യ സ്ത്രീകളും ഇവിടെ ചോദിച്ചത് സ്ത്രീകൾ രക്ഷാകവചമെന്നാണ്. മറ്റേ മതത്തിലുള്ളവരും ധരിക്കുന്നുണ്ട്. വീട്ടിൽ പിച്ച തണ്ടാൻ വരുന്ന അന്യ സ്ത്രീകളും പിച്ചയ്ക്ക് വേണ്ടി മുസ്ലിം എന്ന് അറിയിക്കാൻ വേണ്ടി പർദ്ദ ധരിച്ചുകൊണ്ട് വരുന്നുണ്ട്.
അത് മാത്രമല്ല പർദ്ദ എന്നുള്ളത് സ്ത്രീകളുടെ ഒരു ഔറത്ത് മറയ്ക്കുന്ന സാധനമാണ്, രക്ഷാകവചമാണ്. വേറെ ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ പല രീതിയിലും പല ഭാഗങ്ങളും വെളിയിൽ കാണും. അപ്പൊ ഔറത്തിനെ മറയ്ക്കാൻ കഴിയും. അന്യ സ്ത്രീകള് പർദ്ദ ധരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് അതിന് മുസ്ലിമെന്ന് അറിയിക്കാൻ വേണ്ടി, പക്ഷെ രക്ഷാകവചത്തിന് വേണ്ടി എല്ലാവരും ധരിക്കുന്നത്. രക്ഷാകവചത്തിന് വേണ്ടി എല്ലാം താങ്കൾ പറയുന്നു. അപ്പോൾ അതെന്ന് പറയുമ്പം ഒരു അന്യ മതക്കാരെ പർദ്ദ ധരിച്ച് ആള് മുസ്ലിം ആയെന്ന് എല്ലാവർക്കും തോന്നി. അപ്പൊ പർദ്ദ ധരിക്കാതെ അയാള് ഒരു വീട്ടിൽ ചെന്ന് യാചിച്ച് കഴിഞ്ഞാൽ ആൾക്ക് പൈസ കിട്ടും. ഒരു മുസ്ലിം വീട്ടിൽ ചെന്ന് ഒരാളെ യാചിച്ചു കിട്ടുമല്ലോ. അപ്പൊ പർദ്ദ ധരിക്കാതെ ഒരാള് സാധാ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോയി, സാധാ സാരി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പൊക്കാൻ കാണിച്ചു പോയി, ആൾക്ക് വല്ലതും കിട്ടും ഒരു വീട്ടിൽ നിന്ന്? ഒരുപാട് പർദ്ദ ധരിച്ചവരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ ആക്രമിക്കപ്പെടുന്നുണ്ട്. അതിന് വലിയ തെളിവ് തന്നെയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്ന 2 യുവാക്കൾ പർദ്ദ ധരിച്ചു വന്ന ഒരു യുവതിയെ മർദ്ദിച്ച് അവരുടെ പണങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയത്. ഇത് പർദ്ദ ധരിച്ച് അവരുടെ ആ സ്ത്രീകൾക്ക് തന്നെയാണ് ഇതിലൂടെ ഉപദ്രവം വരുന്നത്. അവർ ആർക്കും മനസ്സിലാക്കുന്നില്ല, യുവാക്കളും എല്ലാവരും ധരിക്കുന്നുണ്ട്. പർദ്ദ ധരിക്കുമ്പോഴേ ഔറത്തൊന്നും കാണത്തില്ല, പിന്നെ അവരെ ഇങ്ങനെ പിടിച്ചിട്ട് ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. പർദ്ദ ധരിച്ച യുവാക്കളാണ് വന്നത്, വീട്ടിലുള്ള സ്ത്രീകളെ ആക്രമിച്ചതും യുവാക്കളാണ്. അതേ സ്ത്രീകളുടെ മേലെ തന്നെ വീട്ടിൽ വലിയ ആക്രമണം തന്നെയായി വന്നിരിക്കുകയാണ്. ഇവിടെ യുവാക്കളല്ല വിഷയം, സ്ത്രീകളാണ്. സ്ത്രീകൾക്കാണ് രക്ഷാകവചം, യുവാക്കൾക്കല്ല. യുവാക്കൾക്കല്ല, അത് തന്നെ പറഞ്ഞത്. ആ പർദ്ദ കാരണം തന്നെയാണ് ഇപ്പൊ സ്ത്രീകളും ആക്രമിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഓരോ പീഡനങ്ങളും സ്ത്രീകൾ, ഈ പർദ്ദയുടെ സ്ത്രീകൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. മുഖം മറച്ചു വരുന്ന ഒരുപാട് കള്ളന്മാരുടെ രക്ഷാകവചമായി മാറിയിരിക്കുകയാണ് പർദ്ദ ഇപ്പോൾ. ധാരാളം മുസ്ലിം സ്ത്രീകളും ഈ പർദ്ദയിട്ട് ധരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി പോകാൻ അധികം ഇങ്ങനെ ഇല്ല. പിന്നെ ഈ തന്റെയുള്ള കുറെ ആളിങ്ങനെ ഒരാൾ ഈ ഇതേപോലെ പൊട്ടത്തരങ്ങൾ. ഞാൻ പറഞ്ഞതല്ല, വെളിയിൽ നിന്ന് വന്ന 2 യുവാക്കൾ അവർ പർദ്ദ ധരിച്ചെടുത്ത് വീട്ടിലുള്ള സ്ത്രീയെയാണ് ആക്രമിച്ചത്. അത് പർദ്ദ ധരിച്ചുകൊണ്ട് എത്തിയ അവരെ ആരും മനസ്സിലാക്കിയില്ല, ആരും വിചാരിച്ച സ്ത്രീകളാണെന്ന്. പക്ഷെ അവർ ആക്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് യുവാക്കളെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ മനസ്സിലാക്കാം ഒരു പർദ്ദ. അത് കാരണം യുവതികളുടെ മേൽ, സ്ത്രീകളുടെ മേൽ തന്നെ വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല കള്ളന്മാർക്ക് വലിയൊരു ഭാഗ്യം ഈ പർദ്ദ. ഇവിടെ മുസ്ലിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന മുസ്ലിങ്ങൾ പർദ്ദയെ സുരക്ഷിത, മുസ്ലിം സ്ത്രീകൾ. ഇപ്പോൾ ആണുങ്ങൾ അത് പർദ്ദയിടേണ്ട ആവശ്യമില്ല. താങ്കൾ പറഞ്ഞു പർദ്ദ ഇപ്പോൾ സ്ത്രീകൾ പർദ്ദയിടുന്ന ആവശ്യമില്ല. അപ്പൊ ആണുങ്ങൾ പർദ്ദയിട്ട് കഴിഞ്ഞാൽ അത് അവരുടെ സ്വഭാവ ശൈലിയാണ്. അവർക്ക് തോന്നിയാസം ചെയ്യുമ്പോൾ അവരങ്ങനെ ചെയ്യും. അപ്പോൾ ആ സ്ത്രീ പർദ്ദയിട്ടാണ് നിന്നത്. ഒരു വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പറഞ്ഞു, ആ ആക്രമിക്കപ്പെട്ട സ്ത്രീ പർദ്ദയിട്ടാണോ? അതെ, പർദ്ദയിട്ടാണ് ആക്രമിക്കപ്പെട്ട സ്ത്രീ. അതെ, അവരെവിടെ പോവാൻ തയ്യാറായിരിക്കുന്ന സമയത്താണ് ഇവരുടെ ആക്രമണം നടന്നത്. ഒരാൾ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ഒരു പർദ്ദയിട്ട് ഒറ്റക്ക് എവിടെയും പോകാറില്ല, തന്റെ ഉള്ളവർ മാത്രം. ഇങ്ങനെ തന്റെ ആണുങ്ങൾക്ക് മുമ്പിൽ കാണിച്ചപ്പോൾ ആക്രമിച്ചു. അതേ പർദ്ദയിട്ട് വന്നില്ലേ, എന്നിട്ട് ആക്രമിച്ചില്ലേ? അത് പർദ്ദ രക്ഷാകവചമല്ല എന്ന് നമുക്ക് പറയാം. അതിപ്പോ ചുരിദാറിട്ടാണ് നിന്നെങ്കിൽ വിഷയാവതരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഇന്ന് ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ദിനേന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ പല സംഭവങ്ങൾ നമ്മൾ പല വഴികളിലൂടെയും അറിയുന്നുണ്ട്. പല ഈ ആധുനിക സമൂഹത്തിൽ പുരോഗമനം കാരണം ഒരുപാട് വഴികളിലൂടെ അറിയുന്നുണ്ട്. അതിലിപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമം. അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ഉപദ്രവം, ഉപകാരത്തെക്കാൾ ഉണ്ടാകുന്ന ഒരു ഉപദ്രവം ലോകത്തുള്ള കൂടുതൽ ആൾക്കാർക്കും അറിയുകയില്ല. അതുകൊണ്ടുണ്ടാകുന്ന ഓരോരുത്തരുടെ ജീവിതവും അതുകൊണ്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് അതിലൂടെ നമ്മളോട് പല വാർത്തകളും അറിയുന്നു, പല ന്യൂസുകളും കേൾക്കുന്നു. പക്ഷെ അതിൽ ഏകദേശം ഭൂരിഭാഗവും കള്ള വാർത്തകളാണ്, ഫേക്കാണ്. അതൊന്നും സത്യമല്ല. ഈയിടയ്ക്ക്
ഒരാളുടെ ജീവിതം തന്നെ നശിപ്പിച്ച സോഷ്യൽ മീഡിയ കാരണമാണ്. ഒരു പീഡനം ഉണ്ടായാൽ, ഒരു എന്തെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടായാൽ അതിനെ വലിയ ആഘോഷമാക്കിയെടുത്ത് അതിന്റെ വാസ്തവം അറിയാതെ അതിനെ ആഘോഷമാക്കിയെടുക്കുകയാണ് സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. ഈയിടക്കുണ്ടായ സംഭവം, ഒരു യുവാവ് ഒരു കുട്ടിക്ക് ഒരു പരിക്ക് പറ്റി. പക്ഷെ ആ കുട്ടി വീട്ടിൽ പറയാൻ പേടിച്ചു. ആ സമയത്ത് ഈ കാര്യം പരസ്യമാവുകയും സോഷ്യൽ മീഡിയ ഇതിനെ ഏറ്റെടുത്തിട്ട് ആ കുട്ടിയെ വീട്ടിൽ എന്നും തിരിച്ചു കൊണ്ടാക്കുന്ന ഓട്ടോ ഡ്രൈവർ ആ കുട്ടിയെ പീഡിപ്പിച്ചെന്ന പേരിൽ സോഷ്യൽ മീഡിയ തന്നെ ആക്കുകയുണ്ടായി. പിന്നെയാണ് സത്യം അറിയുന്നത്, ആ കുട്ടിക്ക് വേറെന്തോ പരിക്ക് പറ്റിയതാണ്, ഒരിക്കലും ആ കുട്ടിയെ പീഡിപ്പിച്ചതല്ല. അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ ആ ജീവിതം തന്നെ തകർന്നു പോയിരിക്കുകയാണ്. ആ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർക്കാരന്റെ ആ സാധു മനുഷ്യന്റെ ജീവിതം തകർത്തത് സോഷ്യൽ മീഡിയ ആണ്. അങ്ങനെയുള്ള ഒരുപാട് ഉപദ്രവങ്ങളുടെ തലച്ചോറാണ് സോഷ്യൽ മീഡിയ. ഒരുപാട് സംഘർഷങ്ങൾ, ഒരുപാട് ഫേക്കായ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതുണ്ട്. അത് കാരണത്താൽ പല സംഘങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും തന്നെ പലതും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും അടിപിടി നടക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നതാണ്, പത്രമാധ്യമങ്ങളിൽ വരുന്നതാണത്. അതുപോലെ തന്നെ ഈ ഇടയ്ക്കുണ്ടായ സംഭവമാണ് നമ്മുടെ ഓക്കി ചുഴലിക്കാറ്റ് വന്ന സമയത്തും അതിനു മുമ്പും ഉണ്ടായിരുന്നു. അതായത് തീരപ്രദേശങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു വാർത്തയാണ് സുനാമിക്ക് സാധ്യത. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലുള്ള വ്യാജമായ ഓരോ വാർത്തകളാണ്. ഇത് കാരണത്താൽ ഒരുപാട് പേരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അസ്സലാമു അലൈക്കും. നിങ്ങളെ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയ യോഗി ചുഴലിക്കാറ്റിന്റെ സമയത്ത് മുന്നറിയിപ്പ് അത് കള്ളമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് സുനാമി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കടൽ തീരത്തുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ സുനാമി വരുന്നുള്ള സൂചന നൽകുന്നത്. അപ്പോൾ നിങ്ങൾ വ്യാജമാണെന്ന് പറഞ്ഞു. അത് ഓക്കി ചുഴലിക്കാറ്റിന് മുമ്പും പറഞ്ഞിരുന്നു. അത് സുനാമി വരുന്ന ഒരു അടയാളം കണ്ടിട്ടില്ല, മറിച്ച് അവർ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ വന്നതാണ്, അല്ല ഒറിജിനൽ ഉണ്ടായതല്ല. ഉറപ്പ് ഒരുപാട് പത്രമാധ്യമങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാം, അതിലെല്ലാം വന്നിട്ടുണ്ട്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ നോക്കിയാൽ കാണാം അത് വ്യാജമായിരുന്നു, അത് അങ്ങനെയായിരുന്നു കാണാം. സുനാമി തെളിവെന്നുള്ളത് കടല് കുറെ കിലോമീറ്റർ കടല് അങ്ങോട്ട് ഇറങ്ങണം. അതിനുശേഷമാണ് കടല് അതിശക്തമായി സുനാമി അടിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെയൊന്നും ഒരു തെളിവുമില്ലാതെ ഒരു സൂചനയും ഇല്ലാതെ വെറുതെ സുനാമി വന്നു എന്ന് പറയല് രാജ്യമായിട്ടാണ് അത് പറഞ്ഞത്. സുനാമി വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞു വരുന്നത്. സുനാമി വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്ന കടൽ ഇങ്ങോട്ട് കയറി, സുനാമി വന്നില്ലെങ്കിൽ കടൽ ഇങ്ങോട്ട് കയറി ഇവിടെയുള്ള സകല സാധനങ്ങളെ എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ സുനാമിയുടെ ചെറിയൊരു സാധ്യതയായിട്ടാണ് വന്നത്. എന്നിട്ടും ഏതെങ്കിലും പ്രശ്നം മൂലം ഇങ്ങനെ സംഭവിച്ചതാവും. സുനാമി വരാതെ ഒരിക്കലും സുനാമി വരുമ്പോൾ വെള്ളം മുന്നിലോട്ട് കയറുകയില്ല, പുറകിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ ഒരു മനുഷ്യനെ ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ഇപ്പൊ കോഴിക്കോട് കടലിറങ്ങിയത് അവിടെ മഴയില്ലാത്തതുകൊണ്ട് ആ സമയത്ത് കടൽ കയറുകയെങ്കിലും സുനാമിയിൽ അത്ര പോയില്ല. കടൽ സാധാരണ കയറും, പക്ഷെ സുനാമി പോകുന്ന സമയത്ത്, സുനാമി വരുന്ന സമയത്ത് കടലിന് പ്രത്യേകമായ ഒരു ഇറക്കമുണ്ട്. സുനാമി വരുന്നതിന് മുമ്പായിട്ട് സുനാമി വരുന്നതിന് ഭൂമികൾക്ക് വരുന്നതുകൊണ്ട് സുനാമി വരും. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുനാമി വരുന്നത്. ഇവിടുത്തെ വിഷയങ്ങൾ സോഷ്യൽ മീഡിയ, അത് സുനാമി മാത്രമല്ല, അത് വേറെ വല്ല കാര്യങ്ങളുണ്ട്. സുനാമി അതിൽ പെടുന്നതേ ഇല്ല സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ ഈ സമൂഹ മാധ്യമം നമുക്ക് തന്ന വാർത്ത നിങ്ങൾ കളവാണെന്നാണ് പറയുന്നത്. പക്ഷേ അവര് സത്യമായ വാർത്തകളൊന്നും നൽകുന്നില്ല. അവര് യാഥാർത്ഥ്യമായ ഒരു വാർത്ത നൽകുന്നില്ലെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. എന്നാലും കൂടുതലായിട്ട് രാജ്യമായ വാർത്തകളാണ്. അല്ല, അപ്പോൾ അവര് കൂടുതലായിട്ട്
കൂടുതലായിട്ടും വ്യാജമായ വാർത്തകൾ പറയുന്നു, കുറവായിട്ടും സത്യമായ വാർത്തകൾ പറയുന്നു. അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. ഉപകാരം കുറവാണെങ്കിൽ ഉപകാരം കൂടുതലാണ്. അത് കൂടുതലാണ്. സുനാമി വന്നത് എന്നൊക്കെ പറഞ്ഞ് സൂചന ഇല്ല, സുനാമി വന്നതൊക്കെ പറഞ്ഞ് അല്ല, ഞാൻ ചോദിച്ചത് ഓക്കി ചുഴലിക്കാറ്റ് വരുന്ന സമയത്ത് സുനാമിക്ക് സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞത് 2-3 കാര്യത്തിൽ ഉപകാരമുണ്ട്. അത് ന്യൂസ് വഴി വായിക്കാൻ സാധിച്ചു തരുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ അതിന് ഉപദ്രവമുണ്ടോ? നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ന്യൂസ് കിട്ടുമല്ലോ. ന്യൂസ് കിട്ടും. അതാണ് ആദ്യമേ പറഞ്ഞത്. ഒരുപാട് ഫേക്കാണ്. അതാണ് ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമുക്കൊരു അപകടത്തിൽ പെട്ടെന്ന് നമുക്കൊരു ന്യൂസ് കിട്ടില്ല. അപ്പൊ നമുക്കൊരു അതിലൂടെ നമുക്കൊരു രക്ഷിക്കാനും സാധിക്കില്ല. ന്യൂസ് കിട്ടുമ്പോൾ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പ് അറിയിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കുന്ന ആൾക്കാർ ഓടിപ്പോയി എടുക്കുന്നുണ്ട്. അറിയിച്ച് പത്രമാധ്യമങ്ങൾ വരും, അപ്പൊ ആശുപത്രി എത്തിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആശിക് പറഞ്ഞ സോഷ്യൽ മീഡിയ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്നത് നിങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയ കാരണം ധാരാളം ആളുകളുടെ ജീവിതം ഇല്ലാതാവുന്നു. ആ ജീവിതം ഇല്ലാതാവണമെങ്കിൽ സോഷ്യൽ മീഡിയ അല്ല കാരണം. അതിന് പിറകിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുത്ത് ആ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയ ചെയ്യുന്നതല്ല. അത് എന്നാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഉണ്ടാകണമെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കണം ഒരാൾ. ആരെങ്കിലും പ്രവർത്തിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ആ പ്രവർത്തിക്കുന്നവരുടെ തെറ്റാണ് പറഞ്ഞത്. ആ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ എല്ലാം ഫേക്കായ വാർത്തകൾ ഉണ്ടാക്കുന്നു. അത് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തു വരുന്നു. ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ പറഞ്ഞത് അങ്ങനല്ല. നിങ്ങൾ പറഞ്ഞത് സോഷ്യൽ മീഡിയ ആണ് തെറ്റ്. അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരെന്ന് ഒരു വാക്കേ നിങ്ങൾ സോഷ്യൽ മീഡിയ തന്നെ ഒന്നും ഉണ്ടാവില്ല. അതിന്റെ ബേക്കിൽ ആരും പ്രവർത്തിക്കണം എങ്കിലേ ഉണ്ടാവുള്ളൂ. തന്നെ ഒരു സാധനം ഉണ്ടാവില്ല. ഒരു സോഷ്യൽ മീഡിയ ഇപ്പോൾ താങ്കൾ സുനാമി വന്നു എന്ന് ഒരു വാർത്ത, അത് അവർ വന്നു അല്ലെങ്കിൽ വരും എന്ന് തീർച്ചപ്പെടുത്തില്ല. അവർ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവർ ഇത്രയും കാലത്തോളം അവരുടെ സാധ്യതകൾ പറയുമ്പോൾ 2-3 ശരിയാകാം, ഏതെങ്കിലും ഒക്കെ ശരിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പ്രകാരം അവർ അത് വെളിപ്പെടുത്തും. സുനാമി വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ അവർ വന്നു എന്നോ ഒരു ഇത് പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആ വാർത്ത സാധ്യത ഉണ്ട്. ആ സോഷ്യൽ മീഡിയയിലൂടെ ആ സുനാമി വന്നു അല്ലെങ്കിൽ ഇന്ന സമയത്ത് വരും എന്ന് ആ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നില്ല, ഒരു സാധ്യതയെ പറയുന്നുള്ളൂ. അപ്പൊ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ഇന്ന സമയത്ത് വരും എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. സോഷ്യൽ മീഡിയ എന്നുള്ളത് സമൂഹ മാധ്യമമല്ല. ഈ സോഷ്യൽ മീഡിയ ഒന്ന് ഉപയോഗിക്കുന്നത് വാട്സപ്പ്, ഇന്റർനെറ്റ്, യൂട്യൂബ് അങ്ങനത്തെ വരും. ഇതിൽ ഒരു വാർത്ത നമ്മൾ സെർച്ച് ചെയ്ത് എടുക്കുമ്പോഴാണ് ഈ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ ഇത് വരുന്നത്. അതായത് ഒരു പത്രം ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൊടുക്കുന്നില്ല. ഒരു സാധനം ഇടുമ്പോൾ അത് ജനങ്ങൾ കേട്ട് പണ്ഡിതരാവുകയാണ്. അത് കേട്ട് വിശ്വസിക്കാൻ പോകുന്ന ജനങ്ങളല്ല മണ്ടന്മാർ. അത് ഒരാളത് പറയാതെ എന്തായാലും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പറയുകയില്ല. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളത് പറയണം. സുനാമി വരാൻ സാധ്യതയുണ്ട് എന്നവർ പറഞ്ഞാൽ മാത്രമേ ആരെങ്കിലും ഒരാൾ കേട്ടിട്ട് അത് വ്യാപിപ്പിക്കുകയുള്ളൂ. ആണ് സോഷ്യൽ മീഡിയ ഒരുപാട് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരാളായാലും ഉപയോഗിക്കുന്ന ഒരാൾ സാധാരണയായിട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നത് കാണാൻ സാധിക്കും. അതങ്ങനെ വരുന്നതാണ് ഇത്. അല്ലാതെ അവര് വ്യാജമായിട്ട് അവരുടെ ഒരു തെളിവുമില്ലാതെ വ്യാജമായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഇത്രയും പ്രസിദ്ധമായ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുകയില്ലേ? സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അതിലുപരി ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുന്നു. എങ്ങനെ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ
സ്വന്തം അനുഭവം അനുഭവിച്ചറിഞ്ഞ് എന്റെ അനുഭവം അനുഭവിച്ചറിഞ്ഞ് ഞാൻ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ് എൻ്റെ കുടുംബത്തിലുള്ള ഒരു ജീവൻ രക്ഷിച്ചത്. സോഷ്യൽ മീഡിയ വഴിയാണ് പൈസയുടെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്ത് സോഷ്യൽ മീഡിയയുടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്ത് ഒരു ജീവിതം ഒരു കുടുംബം തന്നെ രക്ഷിച്ചത്. അത് സോഷ്യൽ മീഡിയയുടെ ഉപകാരമല്ലേ? അത് ഞാൻ ആദ്യമേ പറഞ്ഞു, സോഷ്യൽ മീഡിയ കുറച്ച് ഉപകാരമുണ്ട്, പക്ഷെ അതിനേക്കാളും വലുതാണ് ഉപദ്രവങ്ങൾ. അതിനാണ് നേരത്തെ ഒരു ഉദാഹരണം ആദ്യമേ ഞാൻ പറഞ്ഞു തന്നത്. അതൊരു അനുഭവമാണ്, നടന്ന സംഭവമാണ്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞ പ്രവർത്തകരാണ് കുറ്റക്കാരൻ. പ്രവർത്തകർ എന്റെ പിറകിലുണ്ടല്ലോ, ആ പ്രവർത്തകരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിലോ? ഞങ്ങള് പ്രവർത്തകരാണ്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് തെറ്റെന്ന് പറഞ്ഞില്ല. സോഷ്യൽ മീഡിയ കൊണ്ട് ഇപ്പോൾ ഫവാസ് പറഞ്ഞു ഇവിടെ അനുഭവമാണ്. അത് ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിക്കുള്ളതാണ്. ഹരീം എന്ന് പറയും, തന്റെ വീടിന്റെ എന്തോ പ്രശ്നത്തിൽ സോഷ്യൽ മീഡിയ ഇടപെട്ടിട്ടാണ് അത് റെഡിയാക്കി. അതാണ് ആദ്യം പറഞ്ഞത്. അതിലുപരി അതിൽ ഉപദ്രവമുണ്ട്. ഒരു